കൃഷ്ണ ഗുരുവായൂരപ്പ. ഒരു മന്ത്രം, ആ മന്ത്രം നമുക്കെല്ലാം അറിയുന്ന ഒരു മന്ത്രമാണ്. പക്ഷേ അത് നമ്മളിങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ എന്താഗ്രഹവും പെട്ടെന്ന് നടക്കും. അത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. ഈ മന്ത്രം വളരെ ഇതൊരു മന്ത്രമല്ല, ഒരു സ്തോത്രമാണ്. അതായത് ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് എന്തു കാര്യമുണ്ടെങ്കിലും പെട്ടെന്ന് നടന്നു കിട്ടും. അത് ഇങ്ങനെ ചൊല്ലണം, എങ്ങനെ ചൊല്ലണം, അതുപോലെ എപ്പോൾ ചൊല്ലണം, ഏത് രീതിയിൽ ചൊല്ലണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ സ്വയം ചെയ്തിട്ട് എനിക്ക് വളരെ അനുഭവത്തിൽ വന്ന ഒരു മന്ത്രമാണ്, അഥവാ ഒരു സ്തോത്രമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ്. ഇങ്ങനെ ചൊല്ലിയതിന് ശേഷം എനിക്ക് വളരെ നല്ല ഫലസിദ്ധി ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ മന്ത്രം നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് കരുതിയത്. പ്രധാനമായും നമുക്കെല്ലാം അറിയുന്ന വിഷ്ണു സഹസ്രനാമം തന്നെയാണ്. ഇത് സഹസ്രനാമമാണ്. വിഷ്ണു സഹസ്രനാമ സ്തോത്രമുണ്ട്, വിഷ്ണു സഹസ്രനാമമുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന മന്ത്രം അല്ലെങ്കിൽ ആ സ്തോത്രം, വിഷ്ണു സഹസ്രനാമ സ്തോത്രം, അത് നമ്മൾ ചൊല്ലുക. അത് സാധാരണ എല്ലാവരും പലരും ചൊല്ലുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് ചൊല്ലേണ്ട രീതി, ഫലസിദ്ധിക്കായി ചെയ്യുമ്പോൾ, ഒരു കാര്യം നടക്കാനായി ചെയ്യുമ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലേണ്ട രീതിയാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഫലസിദ്ധി കൈവന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. അതായത് വിഷ്ണു സഹസ്രനാമ സ്തോത്രം 21 ദിവസം തുടർച്ചയായി ചൊല്ലണം. അത് ഈ ഫലസിദ്ധി മനസ്സിൽ കരുതി, ഫലം എന്നോ ആഗ്രഹം ഉണ്ടാവണേ ഇതിന് ഞാൻ ചൊല്ലുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം മനസ്സിൽ കരുതി 21 ദിവസം ചൊല്ലുക. ഈ 21 ദിവസം എന്ന് പറയുന്നത് ചൊല്ലേണ്ടത് പുലർച്ചെയാണ്. പുലർച്ചെ ഒരു 5 മണി സമയത്ത് അങ്ങനെ നമുക്ക് ചൊല്ലാം. അല്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ചൊല്ലുകയാണെങ്കിൽ വളരെ നല്ലത്. പക്ഷെ ആ സമയത്തൊക്കെ എണീറ്റ് ചൊല്ലാൻ എല്ലാവർക്കും കഴിയുമോ എന്നറിയില്ല. ഞാൻ ബ്രാഹ്മ മുഹൂർത്തത്തിലല്ല ചൊല്ലിയത്. ഞാനൊരു 5 മണി 6 മണി ഇടയ്ക്കാണ് ചൊല്ലിയത്. അപ്പോൾ ഞാൻ ചൊല്ലിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 21 ദിവസം അതിൻ്റെ ഫലസിദ്ധി പൂർണ്ണമായി കിട്ടാനായി ഞാൻ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയിരുന്നു. വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. കാരണം ഒരു 6 മണിക്ക് ശേഷമൊക്കെയാണ് പോയത്. 5 തുടങ്ങി 6 വരെയുള്ള സമയത്തിനിടയ്ക്ക് ഞാൻ ഈ മന്ത്രം ചൊല്ലി. ഇത് ചൊല്ലുമ്പോൾ നമ്മൾ എന്തായാലും നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുക. ഒരു വിഷ്ണുവിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ, അതിന് മുമ്പിൽ നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുക. നെയ്വിളക്ക് ഒരു ചെരാതിലാണെങ്കിലും തിരിയിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് ദീപം തെളിയിക്കാവുന്നതാണ്. എന്നിട്ട് 5 മണി 6 മണി സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ, നമ്മുടെ സൗകര്യമുള്ളപ്പോഴെന്ന് പറഞ്ഞാൽ നല്ലൊരു സമയമായിരിക്കണം, സുപ്രഭാതം ഏറ്റവും നല്ലത്. അപ്പോൾ ഈ സമയത്ത് ഈ നെയ്യ് ഒഴിച്ച് ദീപം കൊളുത്തി വിഷ്ണു സഹസ്രനാമ മന്ത്രം ചൊല്ലുക. അത് 21 ദിവസം തുടർച്ചയായി ചെയ്യുക. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഈ മന്ത്രം ചൊല്ലുക. അപ്പോൾ നമുക്ക് ആ ഫലം എന്തായാലും നേടുമെന്നുള്ളത് ഉറപ്പാണ്. അത് വിശ്വാസത്തോടെ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ അനുഭവം 21 ദിവസം ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ അനുഭവം കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. പിന്നെ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത്, ഇങ്ങനെ നെയ്ദീപം കത്തിച്ച് ചൊല്ലുന്ന സമയത്ത് അശുദ്ധിയൊന്നും ഇല്ലാതെ നോക്കുക. പിന്നെ വ്രതമനുഷ്ഠിച്ച്, അതായത് ഇറച്ചി, മാംസങ്ങൾ, മത്സ്യമാംസ ഭക്ഷണങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി, മദ്യപാനം ഇതൊക്കെ ഒഴിവാക്കി ചെയ്യുകയാണ്, ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ കുറേ കൂടി ഫലസിദ്ധിയുണ്ട്. അതൊരു വ്രതം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ,
അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നെയ്ദീപം തെളിക്കുന്നതിന് വല്ലാത്ത സവിശേഷതയുണ്ട്. പെട്ടെന്ന് ഫലം കിട്ടാനായിട്ട് നെയ്ദീപം തെളിക്കുന്നത് വളരെ വിശിഷ്ടമാണ്. അപ്പോൾ അഭീഷ്ടകാര്യസിദ്ധിക്ക് ഇങ്ങനെ 21 ദിവസം തുടർച്ചയായി നെയ്വിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഭഗവാന്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുന്നിലിരുന്ന് ചൊല്ലുന്നതാണ് നല്ലത്. എന്നിട്ട് നന്നായി മനസ്സിൽ പ്രാർത്ഥിക്കുക, ഇങ്ങനെ ഈ കാര്യം ആഗ്രഹിക്കുന്നത് നടക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ. സമയം ഇത്രയും സുപ്രഭാതമാണ് ഏറ്റവും വിശിഷ്ടമായ സമയം. വൈകുന്നേരം ഞാൻ ചൊല്ലാറില്ല, ഞാൻ രാവിലെയാണ് ചൊല്ലാറുള്ളത്. എനിക്ക് രാവിലെ ചൊല്ലിയിട്ടാണ് അനുഭവം ഉണ്ടായത്. വൈകുന്നേരം ഫലം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഉണ്ടാവുമായിരിക്കും, തീർച്ചയായും മന്ത്രത്തിനും സ്തോത്രത്തിനൊക്കെ ഫലമുണ്ട്. പക്ഷേ എനിക്ക് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇത് രാവിലെയാണ് ഞാൻ ചൊല്ലിയത്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ഉള്ള പോലെ എനിക്ക് തോന്നി. അപ്പോഴെനിക്ക് മൈൻഡ് ഭയങ്കര പോസിറ്റീവായിട്ടും തോന്നി. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ വന്ന് നിറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രമല്ല, ഞാൻ വിചാരിച്ച കാര്യം 21 ദിവസത്തിന് ശേഷം നടക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ശ്രമിച്ചു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ എന്തായാലും വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.